റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം പൊഴിയൂരിലെ മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ചു നൽകിയ നിറവ് ഫ്ളാറ്റ് സമുച്ചയം അനധികൃതമാണെന്ന് കാരോട് പഞ്ചായത്ത്. ഫ്ളാറ്റുകളുടെ നിർമ്മാണ അനുമതിക്കായി ഫിഷറീസ് വകുപ്പ് പഞ്ചായത്ത് അധികൃതർക്ക് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ മാലിന്യ സംസ്കരണത്തിന് മതിയായ സൗകര്യങ്ങളില്ല എന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് അനുമതി നിഷേധിക്കുകയും പ്ലാൻ പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. കെട്ടിട നമ്പർ പോലും കിട്ടാതെ 126 ഫ്ളാറ്റുകളായി 400-ലധികം കുടുംബങ്ങളാണ് പഞ്ചായത്തിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാതെ ഫ്ളാറ്റിൽ കഴിയുന്നത്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, പഞ്ചായത്ത് ആനുകൂല്യം ലഭിക്കുന്നില്ല. ഇത് ഫിഷറീസ് വകുപ്പ് തന്നെ നൽകിയ ഫ്ളാറ്റുകളാണ്. എന്താണിപ്പോൾ ഈ ഫ്ളാറ്റിൽ കഴിയുന്നവർ പറയുന്നത്? സ്മൃതി, 3.5 വർഷങ്ങൾക്ക് മുൻപാണ് കാരോട് പഞ്ചായത്തിൽ ഫിഷറീസ് വകുപ്പ് ഇത്തരത്തിലൊരു ഫ്ളാറ്റ് അവിടെ നിർമ്മിച്ചു നൽകിയത്. 128 കുടുംബങ്ങളടങ്ങുന്ന ഫ്ളാറ്റാണ് അവിടെ ഈ ഫ്ളാറ്റ് നിറവ് എന്ന പേരിൽ നിർമ്മിച്ചു നൽകിയത്. പക്ഷേ കഴിഞ്ഞ ഒരു 3-4 മാസമായി അവിടെ നിറഞ്ഞൊഴുകുകയായിരുന്നു മാലിന്യം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അത് നമ്മൾ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. തൊട്ട് പിന്നാലെ വിഴിഞ്ഞം ഹാർബർ ഡിപ്പാർട്ട്മെന്റ് എത്തിയാണ് അതിന് ഒരു പ്രശ്നപരിഹാരം കണ്ടെത്തിയത്. പക്ഷേ നിലവിൽ ഈ 128 കുടുംബങ്ങൾക്കായിട്ട് അവിടെ മാലിന്യ സംസ്കരണത്തിനായിട്ട് യാതൊരുവിധ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇത് ഫിഷറീസ് വകുപ്പ് ഈ കുടുംബങ്ങളെ കൊളത്തൂർ പഞ്ചായത്തിൽ നിന്നാണ് മാറ്റി താമസിപ്പിച്ചത്. അന്ന് കാരോട് പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു ഫ്ളാറ്റ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാരോട് പഞ്ചായത്തിൽ ഫിഷറീസ് വകുപ്പ് ഒരു പ്ലാൻ തയ്യാറാക്കി നൽകിയിരുന്നു. പക്ഷേ ഈ പ്ലാനിൽ മതിയായ സംവിധാനങ്ങൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്ലാൻ അല്ല നൽകിയെന്നുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കാരോട് പഞ്ചായത്ത് ആ പ്ലാൻ നിരസിക്കുകയായിരുന്നു. പിന്നീട് വന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത് ശരിക്കും ആദ്യം കാരോട് പഞ്ചായത്തിൽ സമർപ്പിച്ച അതേ പ്ലാനുമായിട്ട് തന്നെയായിരുന്നു ഈ ഫ്ളാറ്റ് നിർമ്മിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കാരോട് പഞ്ചായത്തിന് അവിടെ ഒരു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കാനോ നിലവിൽ ഇതിന്റെ ഉടമസ്ഥാവകാശമോ ഫിഷറീസ് വകുപ്പ് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാരോട് പഞ്ചായത്തിന് ഈ 128 കുടുംബങ്ങൾക്ക് കെട്ടിട നമ്പർ നൽകാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ നേരത്തെ പങ്കുവച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തകർ നൽകിയ വിവരാവകാശവും തേടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കാരോട് പഞ്ചായത്ത് ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിരിക്കുന്നത്. എന്നാൽ ഫിഷറീസ് വകുപ്പ് കഴിഞ്ഞ വർഷം തന്നെ ഇത് സംബന്ധിച്ച് ഡെപ്യൂട്ടി കളക്ടറുമായിട്ട് ഒരു അധ്യക്ഷതയിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. അന്ന് ഡെപ്യൂട്ടി കളക്ടർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ ശുചിത്വ മിഷനും അടക്കമുള്ളവർ ഇതിൽ പങ്കെടുത്തിരുന്നു. അന്ന് 80 ലക്ഷം രൂപ ഈടാക്കിക്കൊണ്ട് ശുചിത്വ മിഷൻ തന്നെ അവരുടെ ഫണ്ടിൽ നിന്ന് 80 ലക്ഷം രൂപ നൽകിക്കൊണ്ട് ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഈ നിറവ് ഫ്ളാറ്റിന് വേണ്ടിയിട്ട് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇതിന്റെ DPR ഒക്കെ നടത്തിയെങ്കിലും പിന്നീട് ഇത് സംബന്ധിച്ച് യാതൊരുവിധ വിവരങ്ങളും ഉണ്ടായിട്ടില്ല. നിലവിൽ കഴിഞ്ഞ വർഷം നവംബർ മാസമാണ് DPR പഠനങ്ങൾ തയ്യാറാക്കി ഈ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ നൽകാമെന്ന് ശുചിത്വ മിഷൻ നൽകിയത്. അതും ഫിഷറീസ് വകുപ്പിന്റെ ഒരു ധാരണയുടെ പുറത്തായിരുന്നു. പക്ഷേ ഇതുവരെ മാസങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും ഈ 128 കുടുംബങ്ങളും അവിടെ മാലിന്യ കൂമ്പാരത്തിന്റെയും അതിന്റെ ദുർഗന്ധം വമിക്കുന്ന ആ ഒരു ഇടത്താണ് ആ കുടുംബങ്ങൾ താമസിക്കുന്നത്. വളരെ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരിടത്ത് ഒരു കുന്നിന്റെ ഒരു താഴ്വാരത്തിലാണ് ഈ ഫ്ളാറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും കടലോരത്ത് മത്സ്യബന്ധനം ജീവിച്ചു വരുന്ന ഒരു മത്സ്യത്തൊഴിലാളികളാണ്. അവരെ പൂർണ്ണമായിട്ടും കടലിൽ നിന്നും പൂർണ്ണമായും അകറ്റി പ്രത്യേകിച്ചും ഒരു ആരും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ഒരിടത്താണ് ഈ ഫ്ളാറ്റ് നിർമ്മിച്ചിരുന്നത്. കഴിഞ്ഞ ഒരു 3-4 മാസമായി കൊതുക് പെറ്റുപിരുകി അവിടെ മാലിന്യ പ്രശ്നം നിറഞ്ഞൊഴുകുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഫ്ളാറ്റിൽ താമസിക്കുന്ന 400ഓളം പേരാണ് ദുരിതത്തിൽ കഴിയുന്നത്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.